കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്മാർട്ട് ഫോണുകളുടെ കൂട്ടത്തിൽ പുതിയൊരു തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെനോവോയുടെ Z5 എന്ന് പറഞ്ഞ മോഡലിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ എല്ലാവരും പുറകെ പോകുന്നത് ബെസൽ ലെസ് അല്ലെങ്കിൽ ബെസൽ ഫ്രീ ആയിട്ടുള്ള മൊബൈൽ ഫോൺസിൻ്റെ കൂടെയാണ്. 18:9 റേഷ്യോ അല്ലെങ്കിൽ ബെസൽ ഇല്ല, ചിന്നില്ല എന്നൊക്കെ പറയുന്ന ഫോൺസ്. അത് ബോഡി ടു സ്ക്രീൻ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ബെസൽ തീരെ കുറവായിരിക്കും. iPhone 10 വന്നതോടുകൂടിയാണ് ബെസൽലെസ് സ്ക്രീൻസിന് ഇത്ര വലിയ പ്രചാരം ലഭിച്ചത്. അതിന് നോച്ചിൻ്റെ ആ ഒരു ഭാഗം ഒഴികെ ബാക്കി മൊത്തം സ്ക്രീനായിട്ടാണ് വരുന്നത്. പക്ഷേ ഫുൾ സ്ക്രീൻ ഫോൺസ് എന്ന് പറഞ്ഞിട്ട് ബെസൽ ഫ്രീ ഫോൺസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ട്രൂ ഫുൾ സ്ക്രീൻ ഫോൺസ് ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് വിവോയുടെ ഒരു പുതിയ മോഡൽ, വിവോ എപ്പെക്സ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്ത് വന്നിരുന്നത്. അത് ഇതേപോലെ ട്രൂ ഫുൾ സ്ക്രീൻ ഫോണാണ്. നോച്ചില്ല, അങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ്. ഇപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മുൻഭാഗം മൊത്തം സ്ക്രീനായിരിക്കും. പക്ഷേ ആ ഫോണ് വരുന്നു എന്നും അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വരെ അല്ലാതെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഇപ്പം പുതിയതായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം 14 നമ്മുടെ ലെനോവോയുടെ Z5 എന്ന് പറയുന്ന ഒരു മോഡൽ റിലീസാവാൻ പോവുകയാണ്. അതിൻ്റെ ഈ ഒരു ഫോൺ തരംഗമാകുമെന്ന് പറയാൻ 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രത്യേകതയും, രണ്ടാമത്തേത് അതിൻ്റെ ഈ പറഞ്ഞ ഫുൾ സ്ക്രീൻ എന്ന് പറയുന്ന സ്ക്രീൻ സ്പേസിൻ്റെ പ്രത്യേകതയാണ്. ആദ്യം നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ കാര്യം പറയാം. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ഇപ്പം 256 ഒന്ന് ഫോൺ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ GB ഉള്ള ഫോൺസ് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഈ വരാൻ പോകുന്ന ലെനോവോയുടെ Z5 എന്ന് പറഞ്ഞ മോഡലിൽ 4 TB, അതായത് 4000 GB ആയിരിക്കും സ്റ്റോറേജ് എന്നാണ് കേൾക്കുന്നത്. കമ്പ്യൂട്ടേഴ്സിന് പോലും ഹാർഡ് ഡിസ്കിന് നമ്മൾ ഇത്രയും സ്റ്റോറേജ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആ കണക്കിന് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള, എത്ര സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ള ഫോണായിരിക്കും ലെനോവോ Z5 എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ, അത് കറക്റ്റായിട്ട് ഫോണിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2000-ലധികം HD സിനിമാസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 1,50,000-ഓളം ലോസ്ലെസ് മ്യൂസിക് ഫയൽസ് സേവ് ചെയ്യാൻ പറ്റും. 1 മില്യണിലധികം ഫോട്ടോസ് സേവ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ഒരു ഫോണായിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രീനാണ്. 18:9 ആയിട്ടുള്ള സ്റ്റൈലിഷ് ബെസൽ ഫ്രീ സ്ക്രീനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫുൾ സ്ക്രീനാണ് വരിക. നോച്ചിൻ്റെ ഭാഗം പോലും ഉണ്ടാവില്ല എന്നാണ് പറയാം. അപ്പോൾ കംപ്ലീറ്റ് സ്ക്രീന് വരുന്ന സമയത്ത് ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറേൻ്റെ സ്പേസ് അതെവിടെയായിരിക്കും? അല്ലെങ്കിൽ ഈ പിന്നെ വരുന്നത് സ്പീക്കർ എവിടെയായിരിക്കും വരിക? അതേപോലെ തന്നെ നമുക്ക് വേറൊരു കൺഫ്യൂഷൻ ഉണ്ട്, സെൻസർ എവിടെയായിരിക്കും വരിക? ഈ 3 കാര്യങ്ങളും നോച്ചിൽ വെച്ചിട്ടാണ് ഐഫോൺ വന്നത്. പക്ഷേ ഈ ഫോൺ ഫുള്ളാണ്, ഇതിനൊരു നോച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള. അപ്പം ക്യാമറേൻ്റെ കാര്യം മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ വിവോൻ്റെ ഇറങ്ങാൻ പോകുന്ന ആ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ വിവോ എപ്പെക്സ് എന്ന് പറയുന്ന മോഡലിൽ നമ്മൾ വീഡിയോ കണ്ടതുപോലെ തന്നെ സെൽഫി ക്യാമറ ഓൺ ചെയ്യുമ്പം ഒരു പോപ്പപ്പ് പോലെ, ഫ്ലിപ്പപ്പ് പോലെ ഈ സാധനം പൊന്തി വരികയും ക്യാമറയുടെ യൂസേജ് കഴിഞ്ഞാൽ താഴേക്ക് പോവുകയും ചെയ്യുന്ന പോലെ ഈ മൊബൈലിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും ക്യാമറ വരിക എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ക്യാമറയുടെ കാര്യം സെറ്റായി. പിന്നുള്ളത് നമ്മുടെ സെൻസറും സ്പീക്കറും എവിടെ എന്നുള്ളതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇതിന് രണ്ട് രീതിയിൽ ഉള്ള സ്പീക്കേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തത് നമ്മുടെ LGയിലും അതുപോലെ തന്നെ മറ്റ് ചില ഫോൺസിലൊക്കെ നമ്മൾ കണ്ട് വരുന്ന, ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്ക്രീനിൽ നിന്ന് തന്നെ സൗണ്ട് കേൾക്കുന്ന ഒരു ടെക്നോളജി. അപ്പോൾ അതുപോലെ സ്ക്രീനിൽ തന്നെ വിഷ്വലിനൊപ്പം ഈ ഒരു ഓഡിയോ കൂടി വരുമോ, ഓഡിയോ ഔട്ട്പുട്ട് കൂടി വരുമോ ഇല്ല. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് എക്കോസ്റ്റിക് സെറാമിക് ഇയർ പീസ് സ്പീക്കറാണ്. 2016 MI മിക്സിൻ്റെ മോഡൽസിലൊക്കെ വന്നതുപോലെ ആ ഒരു തരത്തിലുള്ള സ്പീക്കർ ആയിരിക്കും. ഒപ്പം അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസറും ഉണ്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത്. എനിവേയ്സ് ഇത് രണ്ടിൽ ഏത് ടെക്നോളജി വരുമെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇതൊരു വലിയ വിപ്ലവം തന്നെ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്താണ്, മറ്റ് ഡീറ്റെയിൽസിലൊന്നും തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ജൂൺ
14-ാം തീയതി ആകുമ്പോഴാണ് അൺവെയിലിംഗ് ഫംഗ്ഷൻ ചൈനയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കുറേ ഡീറ്റെയിൽസ് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം 4-ലധികം ലേറ്റസ്റ്റ് ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 18ഓളം കാര്യങ്ങളിൽ പേറ്റന്റ് റൈറ്റും വാങ്ങിയിട്ടാണ് കമ്പനി ലെനോവോയുടെ Z5 എന്ന് പറഞ്ഞ മോഡൽ വിപണിയിലെത്തിക്കുന്നത്. എന്താണെങ്കിലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എങ്ങനെയായിരിക്കും ഫോൺ, ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം, കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ആ ഒരു ആകാംക്ഷയിൽ തന്നെ തുടരുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.